ഗൗരി ശങ്കരത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് വേണി പറഞ്ഞത് പ്രകാരം നേരെ വീട്ടിലേക്ക് ചാരങ്ങാട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്തായാലും ആദർശിനെ കാണുമ്പോൾ മഹാദേവനൊക്കെ ഒരു ടെൻഷനുണ്ട്. ആ സമയത്ത് ശേഖരൻ പറയുന്നുണ്ട്, ഇവൻ എന്തോ സംശയം തോന്നിയിട്ട് വന്നിട്ടുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ ഇവൻ ഇവിടുന്ന് വിടാൻ പാടില്ല എന്നെന്നിന് പറയുന്നത്. എന്തായാലും വേണി അപകടം മണക്കുന്നുണ്ട്. വേണി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ആദർശേട്ടാ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം, ഞാനെന്ന് പറയുന്നത് അവിടെ ഇരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആദർശിന് അവിടെ നിന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്കൂട്ടാവാൻ പറ്റുമോ എന്നറിയില്ല. അതുപോലെ തന്നെ പിന്നീട് കാണിക്കുന്നത് ഗൗരി വീണ്ടും അന്വേഷിച്ച് നടക്കുന്നത്. ഗൗരീനെ അന്വേഷിച്ച് പിന്നാലെ തന്നെ ശേഖരൻ്റെ ഗുണ്ടകളൊക്കെ ഉണ്ട്. പക്ഷേ ഗൗരീനെ കണ്ടെത്തുന്നില്ല. എന്തായാലും നമ്മുടെ ശങ്കർ കിടക്കുന്ന സ്ഥലത്തേക്ക് ഗൗരി എത്തുന്നുണ്ട്. കാരണം ശങ്കറിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിയോടെ വീണിട്ടുണ്ട്. അതിൻ്റെ മണികളൊക്കെ രുദ്രാക്ഷമാണ്. അതിൻ്റെ മണികളൊക്കെ നമ്മുടെ ഗൗരി വാരി എടുക്കുന്നുണ്ട് വിഷമത്തോടെ. പിന്നീട് കാണിക്കുന്നത് കാടാണ്. കാട്ടിലൂടെ ഒരു പാമ്പ് അഴിഞ്ഞു പോകുന്നുണ്ട്. അതിന് അകലെയായിട്ട് നമ്മുടെ ശങ്കർ കിടക്കുന്നുണ്ട്. പാമ്പ് കൊത്തിയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ശങ്കറിനെ നമ്മുടെ ഗൗരി കാണുന്നുണ്ട്. ശങ്കർ എന്ന് വിളിക്കുമ്പോൾ ഗൗരി കരഞ്ഞുകൊണ്ടാണ് ശരിക്കും ശങ്കറിനെ വിളിക്കുന്നത്. നമ്മുടെ ശങ്കർ അത് കേട്ട് ഓടി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓടി വരുന്നുണ്ട്. അവൻ ശങ്കറിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൗരിനെ. പക്ഷെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ശങ്കർ പോയാൽ ശങ്കർ ഇല്ലെങ്കിൽ എനിക്ക് ആരുണ്ടെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗൗരി പൊട്ടിക്കറിയുന്നൊരു ഭാഗമൊക്കെ പുതിയൊരു പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.